പ്രണയമാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ഒരു പുരുഷനെ ഇമ്പ്രസ് ചെയ്യിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ടഫായിട്ടുള്ള ഒരാളാണെങ്കിൽ, അതായത് എന്താ പറയുക, കുറച്ചും കൂടി അതായത് സാധാരണ ജനങ്ങൾ, സാധാരണ പുരുഷന്മാർ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ വീഴും എന്നുള്ളത് പൊതുവെ പറയാറുണ്ട്. പക്ഷേ അതല്ലാത്ത കുറച്ച് പേരുണ്ട്, അതായത് കുറച്ച് മനസ്സിന് ഉറപ്പുള്ളവരുണ്ടാവും. അവരൊന്നും അത്ര പെട്ടെന്നൊന്നും പ്രണയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുന്നതിനുള്ള കുറച്ച് ടിപ്സുകൾ, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. മൊത്തം 15 പോയിൻറ്റ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് പാഷനേറ്റ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പാഷനുണ്ട്, നിങ്ങളുടേതായിട്ടുള്ളൊരു സ്വപ്നമുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അങ്ങനെയുള്ള ഒരാളെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഒരുപാട് ഇഷ്ടമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല കാര്യം തന്നെയാണ്. ആരെയും ഇമ്പ്രസ് ചെയ്യുന്ന കാര്യമാണ്. അത് ഒരു പുരുഷനെന്നല്ല, സ്ത്രീ എന്നല്ല, ആരെയും ഒരേപോലെ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ ഇമ്പ്രസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻ്റലിജൻസ് വെച്ചിട്ടാണ്. അതായത് നിങ്ങളുടെ ഒരു ബുദ്ധിശക്തി വെച്ചിട്ട് വേണം നിങ്ങൾ അവിടെ കാണിക്കാൻ. അതായത് അങ്ങനെ ബുദ്ധിശക്തി കാണിക്കേണ്ട, നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കേണ്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, നിർഭാഗ്യവശാലോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിരിക്കണം. അതിന് നിങ്ങൾ വേണ്ടി എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസരം പാഴാക്കി കളയരുത്. നിങ്ങളൊരു ബുദ്ധൂസാണ് അല്ലെങ്കിൽ ഒരു മണ്ടൂസാണെന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നിങ്ങൾ കാര്യത്തെ കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് നല്ല ബുദ്ധിയും നല്ല കഴിവും നല്ല ബുദ്ധിശക്തിയൊക്കെ ഉള്ള സംഭവം മനസ്സിലായല്ലോ. നിങ്ങൾ ആൾ നല്ല ഇൻ്റലിജൻ്റ് ആണെന്ന് തോന്നുന്ന ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം ആ ആൾക്ക് കിട്ടേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ പൊതുവെ പ്രണയത്തിലാകുമ്പോൾ പറയും തർക്കിക്കാനൊന്നും പോകരുത് കേട്ടോ. നമ്മൾ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് വഴക്കൂടാനോ തർക്കിക്കാനോ ചർച്ച ചെയ്യാനൊന്നും പോകാൻ നിൽക്കരുത് കേട്ടോ, അവരെ തോൽപ്പിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ എന്ന് നമ്മൾ പറയും. പക്ഷേ ഇങ്ങനെയല്ല. ചില ആൾക്കാരുണ്ട്, അതായത് വളരെ റഫായിട്ട് പെട്ടെന്നൊന്നും പ്രണയത്തിൽ വീഴാത്ത ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിബേറ്റ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക. വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് അയാളെ കൃത്യമായിട്ട് തോൽപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തോൽപ്പിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ആ ആളുടെ മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അങ്ങനെ തോറ്റു തരുന്ന ഒരാളൊന്നുമല്ല, നിങ്ങൾ എന്താ പറയുക, ഒരു വാശിയും വീറൊക്കെ ഉള്ള അങ്ങനെ ഒരാളാണെന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു തലത്തിലേക്ക് അവർ ചിന്തിക്കും. അതായത് നല്ല കഴിവുള്ള ഒരാളാണ്, നല്ലൊരു ഇൻഡിവിജ്വലാണ് എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കും. അല്ലാതെ എല്ലാറ്റിലും പങ്കെടുക്കും, തോൽക്കും, അങ്ങനെയുള്ളൊരു അവസ്ഥയല്ല. നിങ്ങളെപ്പോലും തോൽപ്പിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ചില ടഫായിട്ടുള്ള ആൾക്കാർ, അത്ര പെട്ടെന്നൊന്നും റൊമാൻറ്റിക് ആവാത്ത ആൾക്കാരുടെ മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യം, ഇവർ കൊള്ളാം, കാരണം എന്നെ തോൽപ്പിച്ചു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവരുടെ കഴിവിനെ കുറിച്ചിട്ട് അവർ ശരിക്കും മതിപ്പാണ് ഉണ്ടാവുക. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. നമ്മളെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ താല്പര്യമൊന്നും തോന്നണമെന്നില്ല അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതായത് ഒരുപാട് നെഗറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ വർക്കൗട്ട് ആവണമെന്നില്ല. അതായത് ചില കുറ്റങ്ങളോ കുറവുകളൊക്കെ നമുക്ക് പറയുന്നതിൽ കുഴപ്പമില്ല. ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവർക്ക് എന്ത് കണ്ടു കഴിഞ്ഞാലും ശരി അതിനകത്തൊരു നെഗറ്റീവായിരിക്കും ആദ്യം കണ്ടുപിടിക്കുക അല്ലേ? ഒരുപാട് നല്ല കാര്യങ്ങൾ പറയേണ്ടായിരിക്കും. ഇപ്പോൾ ഒരു വലിയ വീട് കൊണ്ടേ കാണിച്ചു കൊടുത്താലും പറയും, എന്താ സൂപ്പർ വീട് എന്ന് പറയേണ്ട സ്ഥാനത്ത് പറയും, ഈ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണമെങ്കിലേ ഓരോ വർഷം എത്ര രൂപ ചിലവ് വരും. അപ്പോൾ എവിടെയും എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാത്രമായിരിക്കും ആദ്യം അവർ കണ്ടെത്തുക. ചിലപ്പോൾ അങ്ങനെ ഒരു വീടോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ കണ്ടാൽ പറയണത്, ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെങ്കിൽ എത്ര നേരം വേണം, ഒരു ദിവസം വേണ്ടി വരുമല്ലോ ഈ വീട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 ആളെ വെക്കേണ്ടി വരുമല്ലോ, എത്ര ചിലവുണ്ട് എന്ന് സംഭവം മനസ്സിലായല്ലോ. എല്ലാ കാര്യത്തിനകത്തൊരു നെഗറ്റീവ് കണ്ടെത്തും. പക്ഷെ അത് ഓവറാവാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നെഗറ്റീവ് കണ്ടെത്തേണ്ട എന്നല്ല, നെഗറ്റീവ് കണ്ടെത്തുന്നതും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിപാളും, മിക്കവാറും ആളെ നമുക്ക് പ്രണയത്തിലോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വഴക്ക് കൂടാം, അല്ലെങ്കിൽ തർക്കിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, ആ പറയുന്ന മനുഷ്യൻ്റെ ഈഗോ അല്ലെങ്കിൽ കോംപ്ലക്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരു കാര്യവും ചെയ്യരുത്, പറയരുത്, സംസാരിക്കരുത്, പ്രവർത്തിക്കരുത്. ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. കാരണം മനുഷ്യന് പൊതുവേ ഈഗോയും കോംപ്ലക്സും ഉണ്ട്. അതിൽ കൂടുതൽ ഈ പുരുഷന്മാർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ
ഒരു പുരുഷൻ്റേതായിട്ടുള്ള ഒരു മാൻലി ഒരു ഈഗോ ഉണ്ട്. അതായത് ഞാനൊരാണാണ് അപ്പോൾ എന്ന് പറയുന്ന ഒരു ഈഗോ ഇന്ത്യയിൽ പൊതുവെ, അതായത് ഇങ്ങനത്തെ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ, ഇന്ത്യ പോലത്തെ ഉള്ള രാജ്യമായതുകൊണ്ട് തന്നെ അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയുള്ളൊരു ഈഗോ കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അതില്ല, അത്രത്തോളം ഇല്ല, ഉണ്ടായിരിക്കാം, പക്ഷേ എത്രത്തോളം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവൻ്റെ ഈഗോയിനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു കോംപ്ലക്സിനെയൊക്കെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അതിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അതിനെ മുറിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറുകയാണെങ്കിൽ പിന്നെ മിക്കവാറും അവൻ നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. കാരണം അവൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അവന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്ന ഈഗോയും കോംപ്ലക്സൊക്കെ. അത് ഹർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിയില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പോൾ ഒരു ജോലി ചെയ്യാനുള്ള കാര്യമാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വാട്ടെവർ, എന്ത് ചെയ്യുകയാണെങ്കിലും ശരി, അതിനകത്ത് നിങ്ങൾ എനർജറ്റിക് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്ത് ചെയ്യണം, ചുമ്മാ ഇരിക്കുകയാണെങ്കിലും ശരി, ഒരുമാതിരി നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്ന ആ ഒരു പരിപാടി ആകരുത്. എന്ത് കാര്യം വളരെ എനർജറ്റിക് ആയിട്ട് ചോദിക്കുക. അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ, സുഖം തന്നെയല്ലേ, എന്തൊക്കെ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ, അങ്ങനെയല്ല. നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിട്ട്, അതായത് നമ്മളൊരു ഉഷാറായിട്ടുള്ള ഒരാളാണ്, എപ്പോഴും ഒരുമാതിരി ഈ ചൂട് എന്താ സംഭവം മനസ്സിലായല്ലോ, അങ്ങനെയുള്ളൊരവസ്ഥയിലാകരുത്. നനഞ്ഞ കോഴീൻ്റെ ആ ഒരു ഇങ്ങനെ ചൂടി നിൽക്കുന്ന അങ്ങനെ അവസ്ഥ ആകരുത്. കുറച്ച് എനർജറ്റിക് ആയിട്ട് പെരുമാറുന്ന സ്ത്രീകളെയാണ് ആണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അത് തണുത്ത മട്ടിൽ പെരുമാറുന്നവരെ ഇഷ്ടമാണ് അല്ലേ ചോദിച്ചാൽ ഇഷ്ടമാണ്, പക്ഷേ എണ്ണം കുറവായിരിക്കും. കുറച്ച് എനർജറ്റിക് ആവുന്നവരെ കൂടുതൽ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചൊരു മനുഷ്യത്വം, ദയ, അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി, സ്നേഹം, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ കൂടുതൽ ഇഷ്ടമാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി, കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാലവാടി പോലെ അല്ലെങ്കിൽ അംഗൻവാടി പോലെയുള്ള അതിലേക്ക് പോകുന്ന നായിക, അല്ലെങ്കിൽ അനാഥാലയത്തിലെ കുട്ടികളെ കെയർ ചെയ്യാൻ പോകുന്ന നായിക, ഇത് കണ്ടിട്ട് നായകൻ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്നേഹം, ദയ, കാരുണ്യം, ഈ പറയുന്ന സാധനങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടെങ്കിൽ അത് ആണുങ്ങളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ എത്ര ടഫായിട്ടുള്ള ആളാണെങ്കിലും ശരി, എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണാണെങ്കിലും ശരി, അവരെ പെട്ടെന്ന് പ്രണയത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു എലമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു ടിപ്പാണ്, ഒരു വഴിയാണ് എന്നുള്ളതാണിത്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു 10 രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും എടുത്ത് ഇരന്ന് വാങ്ങി ചോദിക്കേണ്ട ഒരവസ്ഥയില്ലാത്ത രീതിയിൽ നിങ്ങൾ സമ്പാദിക്കുന്ന ഒരു ആളാണെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു മതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആണുങ്ങളുടെ ഉള്ളിൽ. അതായത് സാധാരണഗതിയിൽ മിക്കവാറും പണ്ടത്തെ കാലത്താണെങ്കിൽ അവന് പറയും വേണ്ട, ഇന്നത്തെ കാലത്തും ഉണ്ട്. അതായത് ഭർത്താവിൻ്റെ, അല്ലെങ്കിൽ വീട്ടിലെ അച്ഛൻ്റെ, അല്ലെങ്കിൽ വീട്ടിലെ ജ്യേഷ്ഠൻ്റെ, അതായത് വീട്ടിലെ ആരുടെയെങ്കിലും പണം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ വളരെ കുറച്ച് പേരേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവായിരിക്കും. അതായത് ജോലി ചെയ്ത് ആ പണം കൊണ്ട് ജീവിക്കുന്ന, ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിച്ചിട്ടുള്ള സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് കുറവാണ്. ഇല്ലയെന്നല്ല, കുറവാണ്, ഉണ്ട്, പക്ഷേ കുറവാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ളവരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആകാതിരിക്കുക. നിങ്ങൾ ഒരു എന്താ പറയുക, ഫ്രീഡം ഉള്ള ആളാണ്, സെൽഫായിട്ടൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയായിരിക്കണം അയാൾക്ക് കിട്ടേണ്ടത്. എപ്പോഴും ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് തോന്നരുത്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടഫായിട്ടുള്ള ആൾക്കാർക്ക്, കുറച്ച് മുരടന്മാരായിട്ടുള്ള, ഒരു പെട്ടെന്നൊന്നും പ്രണയത്തിലേക്ക് വീഴാത്ത ആൾക്കാർക്ക് അതൊരു ഇംപ്രസീവായിട്ട് തോന്നണമെന്നില്ല എന്നുള്ളതാണ്. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ കോമഡിയാണെങ്കിലും സംഭവം സീരിയസ് ആണ്. കുളിക്കണം, നനയ്ക്കണം, വൃത്തിയായിട്ടുള്ള ഡ്രസ്സ് ഇടണം, ഫ്രഷായിട്ടിരിക്കണം, വേർപ്പ് നാറ്റം ഉണ്ടാവരുത്. പറ്റുവാണെങ്കിൽ അതിനുള്ള പെർഫ്യൂംസ് കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള മിനിമം കാര്യങ്ങൾ, അതായത് നമ്മുടെ അപ്പിയറൻസിൽ വരുന്ന ആ ഒരു കാര്യം. അതായത് നിങ്ങൾ ഒരുപാട് സുന്ദരിയാകണം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, അല്ലെങ്കിൽ വളരെ വില കൂടിയിട്ടുള്ള ഡ്രസ്സുകൾ ഇടണം, അതുമല്ല പറയുന്നത്. നിങ്ങളുള്ള രൂപത്തിലാണെങ്കിൽ ശരി, നല്ല വൃത്തിയായിട്ട്, നല്ല ഫ്രഷായിട്ട്, വേർപ്പ് നാറ്റമൊന്നും ഇല്ലാതെ നല്ലൊരു പെർഫ്യൂമിൻ്റെ മണമുള്ള സംഭവം നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ല, കാണുമ്പോൾ തന്നെ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആയിരിക്കണം നിങ്ങൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടത് എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയാനുള്ളത്. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആണുങ്ങൾ പൊതുവേ ഇഷ്ടപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കാത്ത, കുറച്ച് കുസൃതിയൊക്കെ ഉള്ള, കുറച്ച് നല്ല എന്താ പറയുക, സംഭവം മനസ്സിലായില്ല, കുറച്ച് ഫണ്ണായിട്ടുള്ള, കുറച്ചിങ്ങനെ അടിപൊളിയായിട്ടുള്ള അങ്ങനെയുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് ഇഷ്ടമാണ്. മറ്റത് പക്ക സീരിയസ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള കറക്റ്റ് മറുപടി മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരവസ്ഥയിലാകാതെ കുറച്ച് എന്താ പറയുക, സംഭവം നിങ്ങൾക്ക് പിടിയിട്ടല്ലോ, കുറച്ച് രസകരമായിട്ട്, കുറച്ച് കുസൃതിയൊക്കെ വേണം. അതായത് ഒരു 10-40 വയസ്സുണ്ട് എന്ന് കൂട്ടുക,
പക്ഷേ ഒരു 55 വയസ്സിൻ്റെ മെച്യൂരിറ്റിയൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് കുസൃതിയും കുറച്ച് ഒരു കുട്ടിത്തൊക്കെ ഉള്ളത് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഓവറാവരുത് കേട്ടോ, ഒരു പരിധി വരെയാണ് പറഞ്ഞത്. ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എക്സ്ട്രീം ലെവലിലേക്ക് കുട്ടിത്തം ഉണ്ടെങ്കിൽ ആ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. മെച്യൂരിറ്റി വേണം. എന്നാൽ ഒരു ചെറിയ അളവ് വരെ അങ്ങനെയുള്ളൊരു കുസൃതിയൊക്കെ കാണിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അവരെ ആകർഷിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ആയിരിക്കണം ഫുൾ ടൈം എന്നല്ല പറയുന്നത്, ഇടയ്ക്കൊക്കെ. 11ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ പല 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 നമ്പറൊക്കെ ഇട്ടിട്ട് ഈ പറയുന്ന വ്യക്തിയെ നിങ്ങൾ പ്രണയത്തിലേക്ക് കൊണ്ടുവന്നു അല്ലേ. അയാൾക്ക് മനസ്സിനകത്ത് ചെറിയൊരു ലെഡ് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം നിങ്ങളെ തിരിച്ചയാൾ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് പിടികൊടുക്കരുത്. നിങ്ങളിതൊക്കെ ചെയ്തത് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ കുറച്ച് എന്താ പറയുക, അതായത് ഇങ്ങോട്ട് അയാൾ പിന്നാലെ നമ്മുടെ പിന്നാലെ നടക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ. നമ്മൾ ആ ഒരു മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ തോന്നിപ്പിച്ചല്ലോ, ഒരുപാട് പ്രണയത്തിൻ്റെ എന്താ പറയുക വിത്തുകൾ നമ്മൾ പാകിയല്ലോ. അതിനുശേഷം അയാൾക്ക് പ്രണയം തോന്നി പതുക്കെ അത് മുട്ടിട്ട് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഓക്കെ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകരുത്. നിങ്ങൾ കുറച്ചൊന്ന് മസിൽ പിടിക്കുക, ചെറുതായിട്ട്, അധികമല്ല, ചെറുതായിട്ട് നിങ്ങളൊന്ന്. അയാൾക്കത് ഈസി ആയിട്ട് മാറരുത്. നിങ്ങളെ പ്രണയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഈസി ആയിട്ട് മാറരുത്. സത്യത്തിൽ നടന്നത് നമ്മൾ അയാളെ പ്രണയത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ അയാളുടെ കണ്ണിൽ നിങ്ങളെ അയാൾക്ക് പ്രണയിക്കാൻ കിട്ടുക എന്ന് പറയുന്ന സാഹചര്യം വളരെ ഈസിയാക്കി മാറ്റരുത്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് മസിൽ പിടിക്കുന്നത് ഇവിടെ നല്ലതാണ്. ഓവറാക്കരുത്, കൈവിട്ട് പോകേണ്ട അവസ്ഥയിലേക്കൊന്നും കൊണ്ടുപോകരുത്. പക്ഷേ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മസിൽ പിടിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഒരു വാല്യൂ കൂട്ടും. നിങ്ങൾ ഈ ചെയ്തതൊക്കെ അയാളെ സ്നേഹിക്കാൻ വേണ്ടി, അയാൾ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു തോന്നലൊന്നും അയാളുടെ ഉള്ളിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. 12ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. സർപ്രൈസായിട്ട് എന്ത് നടക്കുകയാണെങ്കിലും അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അത് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യം തന്നെയാണ്. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. പ്രത്യേകിച്ച് ആണുങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ചെയ്യുകയാണെങ്കിൽ സർപ്രൈസായിട്ടൊരു വിസിറ്റ്, സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ്, സർപ്രൈസായിട്ട് എന്താണെങ്കിലും അത് ആളുടെ ഇഷ്ടം പോലെ, താല്പര്യം പോലെ, നിങ്ങളുടെ കഴിവ് പോലെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അങ്ങനെ സർപ്രൈസായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇത് ഹൈലൈറ്റിംഗ് എലമെൻറ്റ്. അങ്ങനെ നിങ്ങൾ സർപ്രൈസായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം അതാണുങ്ങളെ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആക്കുന്നതാണ്, അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് എല്ലാവർക്കും അതാണല്ലോ, ഒരു പെട്ടെന്ന് സമ്മാനം കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ, മനസ്സിലാക്കുക. അങ്ങനെ സർപ്രൈസ് എന്ന് പറയുന്നത് ആണുങ്ങളെ കുറിച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പെണ്ണുങ്ങളും ഇഷ്ടപ്പെടുന്നതാണ്, പക്ഷേ ആണുങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല തോതിൽ. 13ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ ഒരു അഭിമാനം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ബഹുമാനം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ ആലോചിക്കുമ്പോൾ നിങ്ങൾ പോരാ, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങളെ ഒരു ഇന്ന അത്രയ്ക്കൊന്നും പോരാ, ഞാൻ അത്ര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയില്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ആ സാധനം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു അഭിമാനം തോന്നുന്ന രീതിയിൽ, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ആകണം നിങ്ങൾ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നുകയുള്ളൂ. അല്ലാതെ നിങ്ങളെ നോർമലി മറ്റുള്ളവരെ പോലെ തന്നെയാണെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒരു ഇഷ്ടം തോന്നേണ്ട കാര്യമില്ല. ഇഷ്ടം തോന്നിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റം, ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇത് നല്ലതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബഹുമാനമുണ്ട്. ആ പറയുന്ന ഒരു ബഹുമാനം ഉണ്ട് എന്നുള്ളത് അയാൾക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനം ഉണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യുള്ളൂ. നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലെല്ലാം അത് നിഴലിച്ച് കാണാൻ പറ്റും, നിങ്ങൾക്കതില്ലെങ്കിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ അത് ആണുങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. 14ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. വാല്യൂ ഉണ്ടായിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരുപാട് പണം ഉണ്ടാക്കുന്ന ഒരാളാണ് എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള എത്തിക്സുകൾ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറേ നിലപാടുകളുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യില്ല, കാരണം അത് എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, എൻ്റെ എത്തിക്സിൽ അത് പെടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നിയമമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതെല്ലാം വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളല്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്കൊരു എത്തിക്സ് വേണം അല്ലേ. എത്തിക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പിന്നെ പറയാം, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അതന്നെ, അതിപ്പോൾ എക്സാമ്പിൾ എനിക്കിപ്പോൾ ചിന്തിച്ചിട്ടൊന്നും വരുന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു എത്തിക്സ് ഉള്ള ഒരാളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു മൂല്യമുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ തറയാകില്ല, അല്ലെങ്കിൽ തല്ലിപ്പൊളിയാകില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ താഴത്തോട്ട് പോകില്ല, ഒരു ഗ്രേഡ് എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് തോന്നുന്ന ആ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് അവരെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിയമങ്ങളും സത്യാവസ്ഥകളും ഒരു എത്തിക്സും ഉണ്ടെങ്കിൽ അത് അവരെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയാനുള്ളത്. 15ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെയധികം സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സത്യസന്ധമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ, വളരെ ജെന്യുവിനായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ, നുണകളൊന്നും പറയുന്നില്ല, ഹോണസ്റ്റായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ കാര്യം
മനസ്സിലായല്ലോ. നിങ്ങൾ പക്ക ഒരു 916 കറകളഞ്ഞ ഒരു മുതലാണെങ്കിൽ, നിങ്ങളൊരു നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു നല്ല ഇൻഡിവിജ്വൽ ആണെങ്കിൽ, അത് ആ വ്യക്തിയെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഫ്രോഡ് കാണിക്കുന്നില്ല, നിങ്ങൾ നുണ പറയുന്നില്ല, നിങ്ങൾ അവിടെയാണ് ജോലി ചെയ്തിരുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ജോലി ചെയ്തിരുന്നത്, നിങ്ങൾക്ക് ഇത്രയാണ് സാലറി, അങ്ങനെ നിങ്ങൾ പല നുണകൾ പറയുന്നില്ല. ഓണസ്റ്റായിട്ട് വളരെ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്, ജെന്യുവിനായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാരെ, എങ്ങനെയുള്ള ആൾക്കാരെ, അത്രയധികം റൊമാൻറ്റിക് അല്ലാത്ത ഒരാൾക്കാരെ പോലും റൊമാൻസിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഏകദേശം ഒരു 10-15 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു മുരടനായിട്ടുള്ള, ഒട്ടും പ്രണയം ഉള്ളിൽ തോന്നാത്ത ഒരു മനുഷ്യനെ എങ്ങനെ പ്രണയത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിച്ചത്, ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഉപകാരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.